താലൂക്ക് സഭയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം. പൊന്നാനി താലൂക്ക് സഭാ യോഗം ഇന്ന് തഹസിൽദാരുടെ ചേംബറിൽ വെച്ച് നടന്നു. മലപ്പുറം ജില്ലയിൽ 5000-ലധികം പേർക്ക് പട്ടയം വിതരണം ചെയ്തിട്ടും പൊന്നാനി നഗരസഭാ പ്രദേശത്തെ 2 വില്ലേജുകളിൽ നിന്നും ഒരു പട്ടയം പോലും നൽകാൻ സാധിക്കാത്തത് വലിയ പരാജയമാണെന്നും നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. എത്ര നേരമാണോ നമ്മളോട് ചെലവഴിക്കുന്നത്, അത് എന്താ പറയാ പാഴ്ചെലവായിട്ടാണ് ഫലത്തിൽ വരിക. ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഓതാതെ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട തീരുമാനങ്ങൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അടുത്ത താലൂക്ക് സഭയിൽ അവരത് വിഷയം ഇന്നെന്ന രീതിയിൽ നടപടി സ്വീകരിച്ചു എന്ന് തല ഉയർത്തി പറയാവുന്ന തരത്തിലുള്ള നടപടികളാണ് നമ്മൾ ഈ താലൂക്ക് സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളതിൽ. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ കേരള സർക്കാരിന്റെ ഏറ്റവും എന്താ പറയാ സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാ ഭൂമിക്കും പട്ടയം, ഇല്ല എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. അത് പൊന്നാനി വെച്ചിട്ടാണ് കഴിഞ്ഞ 2023 പട്ടയമേള, ജില്ലാ തലത്തിൽ പട്ടയമേള നടന്നത്. പൊന്നാനി മുനിസിപ്പൽ ഏരിയ ഉൾപ്പെടുന്ന അന്നത്തെ ഈ പട്ടയമേളയിൽ ഒരാൾക്ക് പോലും പട്ടയം കൊടുക്കാനായി നമുക്ക് സാധിച്ചില്ല. അന്ന് ഞാൻ മിനിസ്റ്റർ നിൽക്കുന്ന വേദിയിൽ വെച്ച് തന്നെ ഈ വിഷയം അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തുമാണ്. ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറയുക, അന്ന് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോസ്റ്റൽ മേഖലയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും പട്ടികജാതിക്കാരും ഉൾപ്പെടുന്ന മേഖലയിൽ പരിശോധന നടത്തി റിപ്പോർട്ട് ശരിയാക്കി അടുത്ത പട്ടയമേളയിൽ നിർബന്ധമായിട്ടും പട്ടയം കൊടുക്കാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടതാണ്. 370 പേർക്ക് പട്ടയം കൊടുത്ത് മലപ്പുറം ജില്ലയ്ക്ക് കഴിഞ്ഞ ദിവസം. അതിലും നമ്മുടെ പൊന്നാനിയിൽ ഒരു പട്ടയം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ഉദ്യോഗസ്ഥരാണ്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇന്നത്തെ ഈ താലൂക്ക് സഭ പ്രമേയം പാസ്സാക്കണം. എനിക്ക് ഒരു കാര്യം ഗൗരവത്തിൽ കാരണം ഈ കുടികിടപ്പ് കുറെ പതിറ്റാണ്ടുകളായി കുടികിടപ്പ് കിടക്കുന്ന തങ്ങളുടെ ഈ ഭൂമിക്ക് പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ നീങ്ങുന്നത്. ഉദ്യോഗസ്ഥർ അവരെ സ്പോട്ട് പോയി അളന്ന് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് അടുത്ത പട്ടയമേള കിട്ടും എന്ന് പറഞ്ഞിട്ട് പട്ടയം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഈ പൊതുപ്രവർത്തകർ എന്താ അവരോട് മറുപടി പറയാം? വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റോഡ് പൊളിക്കുകയും തുടർന്ന് പ്രവർത്തികൾ നടക്കാത്തതും ഗുരുതരമായ വീഴ്ചയാണെന്നും മുസ്ലിം ലീഗ് പ്രതിനിധി PP യൂസുഫ് അലിയും വിശദീകരിച്ചു. ഈ റോഡുകൾ പൊളിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഈ മാർച്ചിൽ ആ ഫണ്ട് അവർ ചെലവഴിച്ചില്ലെങ്കിൽ ലാബ്സ് അവിടെ തന്നെയല്ല, ഇവര് ചെയ്ത പണി ഇവർ ചെയ്തിട്ടേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണി ചെയ്യുള്ളൂ വിഷയങ്ങൾ. ഇത് നമ്മളിപ്പോ ഈ 10 പഞ്ചായത്തിന് താലൂക്കിൽ ഇതേ വിഷയമുണ്ട്. പ്രസിഡന്റുമാർ ആരും കൂടെ ഇല്ല, ചെയർമാൻ മാത്രമേ ഉള്ളൂ. മാർച്ചിൽ ഈ പൈസ ചെലവഴിച്ചില്ലെങ്കിൽ ഇത് ചെയ്യാം. ഇവർ റോഡ് സൈഡ് പൊളിച്ചത് ചെയ്താൽ മാത്രം, വാട്ടർ അതോറിറ്റി ചെയ്താൽ മാത്രമേ കൊണ്ടുവെക്കാൻ പറ്റും. ഇതിലുണ്ടാവുന്ന ദോഷം എന്ന് പറഞ്ഞാൽ 10 ഗ്രാമപഞ്ചായത്ത് 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയിലും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും ഈ റോഡ് വികസനത്തിന്. വാഹന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ, അപ്പൊ വണ്ടികൾ എന്ത് ചെയ്യണം, ഭാഗം അങ്ങനെ തന്നിങ്ങനെ നിൽക്കുന്ന ആൾക്കാർ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പല വട്ടമായിട്ട് നമ്മൾ ട്രാഫിക് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ചേർന്ന് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഒന്ന് പ്രത്യേകം പോലെ തന്നെ ഈ പൊന്നാനി ഒന്നും ഇങ്ങനെ വിനോദത്തിന് ഒന്നും അറിയില്ലാത്ത രൂപത്തിൽ മറ്റേ നേരത്തെ പറഞ്ഞ ഒരു മറ്റേ പൊന്നാനിയുടെ പ്രൗഢി ഏറ്റെടുക്കുക എന്ന രൂപത്തിൽ അതൊന്നും അങ്ങനെ അന്ന് ചേർന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പ്രാവർത്തിയായിട്ടില്ല. അതും അടിയന്തരമായിട്ട് ആ ട്രാഫിക് സംവിധാനം പോലെ അങ്ങാടി. ജില്ലാ ഡിവിഷൻ മെമ്പർ AK സുബൈർ, നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ, മുൻ നഗരസഭാ ചെയർമാൻ C ഹരിദാസ്, CPI പ്രതിനിധി P രാജൻ, CPM പ്രതിനിധി പത്മനാഭൻ, മുസ്ലിം ലീഗ് പ്രതിനിധികളായ PP യൂസുഫ് അലി, VV ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു.